ഹലോ ഗായ്സ്, ഇന്ന് നമ്മള് ഇന്നൊരു സ്കൂട്ടർ വാഷിംഗ് ഡേ ആണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഉണ്ണിച്ചേച്ചിയുടെ സ്കൂട്ടർ കഴുകാൻ പോവാണ്. അപ്പൊ നമുക്ക് നേരെ കഴുകാം. അപ്പൊ ഗായ്സ്, ഇന്ന് ഈ സ്കൂട്ടറാണ് കഴുകാൻ പോകുന്നത്, ഈ ബ്ലൂ സ്കൂട്ടർ. ഇത് ഉണ്ണിച്ചേച്ചിയുടെ സ്കൂട്ടറാണ്. അപ്പൊ നമുക്ക് വാഷിംഗ് തുടങ്ങാം. ഉണ്ണിച്ചേച്ചി വാ. യെസ്, കഴുകാം. ഓക്കെ, കഴുകിട്ടിരുന്ന് ഞാൻ എന്റെ വീട്ടിലാണ്. രാവിലെ അവിടെ കൊതമംഗലത്ത് പോയി എടുത്തുകൊണ്ട് വന്നതാണ്. ഇപ്പൊ രണ്ടാഴ്ച ഞാനിവിടെ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിട്ട് എന്റെ കുട്ടിയെ എടുത്തോണ്ട് വന്നതാണ് അല്ലേ? ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കാം. നന്ദു, നീ എന്താ അവിടെ പോയിക്കണേ? സോപ്പ് ഇടണ്ടേ? സോപ്പല്ല, നമ്മുടെ ഷാമ്പു, ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിന്റെ ഷാമ്പു ഇട്ടിട്ടാണ് സ്കൂട്ടർ കഴുകുന്നത്. നമ്മുടെ ഹെൽപ്പർ നമ്മുടെ സ്വന്തം നന്ദുവാണ്. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിന്റെ ഷാമ്പു ഇട്ടിട്ടാണ് ഞാൻ വട്ടിയിരുന്നത്. തീരാറായിരുന്നു. ആ സാധനം കഴിഞ്ഞ ദിവസമൊക്കെ ഫുൾ ഓട്ടത്തിലായിരുന്നു. പിന്നെ ഈ സമയത്ത് എത്ര കുളിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല. മഴയത്ത് പുറത്തിറക്കി കഴിഞ്ഞാൽ തീർന്നു. എന്നത് വണ്ടി നമ്മുടെ ഇവിടെ വാങ്ങിച്ചിട്ട് ഇപ്പോ ഇവളുടെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു. ഒരു വർഷവും 4 മാസമായി നമ്മളിത് വാങ്ങിച്ചിട്ട്. അത്ര നാളായിട്ടില്ല കേട്ടോ കഴുകിയിട്ട്. ഇടയ്ക്ക് ഞാൻ കഴുകാറുണ്ട്. ഇപ്പോ കുറച്ച് ദിവസം എനിക്ക് കഴുകാൻ പറ്റിയില്ല. അപ്പൊ അതിൻ്റെതായ കുറച്ച് ഇതുണ്ടല്ലാത്തപ്പോ എല്ലാ വീക്കും കഴുകുന്നതാണ്. മുടങ്ങാണ്ട് കഴുകി സെറ്റപ്പായിട്ട് വയ്ക്കുന്നതാണ്. അപ്പൊ ഗായ്സ്, സോപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കഴുകിയാൽ മതി. ഈ മറ്റേ സാധനം ഇത് ഒഴിക്കായിരുന്നു. അതിന്റെ അവിടെ സോപ്പ് അവൻ സൂപ്പർവൈസിന് ഇറങ്ങിയേക്കാം. ഇനി എവിടെ ചെല്ലി ചേട്ടാ? അവിടെ സോപ്പ് ഉണ്ടായിരുന്നു. ഈ സ്ഥലത്ത് ഇത് അഴുക്കാണോ തുരുമ്പാണോ എന്നറിയില്ല. അതൊന്ന് പേടിച്ചു. നന്ദിന്റെ അച്ഛനും അമ്മയും അവനെ കൊണ്ടുവരാൻ വന്നതാണോ ഞാൻ ഞെട്ടിപ്പോയി. കാറ് പോയപ്പോ നമ്മുടെ വാഷിംഗ് കൂടെ കഴിഞ്ഞു. നമ്മുടെ കുട്ടപ്പനെ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ കുളിച്ച് കുട്ടപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. എന്തപ്പാ പോയി ഇത് ഓഫ് ചെയ്ത്, പൈപ്പ് ഓഫ് ചെയ്തേ. ഇങ്ങോട്ടല്ലേ അപ്പൊ ഗൈസ്, നമ്മുടെ സ്കൂട്ടർ നമ്മൾ കുളിപ്പിച്ച് കുട്ടപ്പി ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.